ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഇന്ന് നമ്മൾ സെറ്റ് എക്കണോമിക്സിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഗുഡ്സ് എന്നുള്ളത്, അല്ലേ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺസ്യൂം ചെയ്ത് നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ഗുഡിനെയോ സർവീസിനെയോ നമ്മൾ കോമൺ ആയിട്ട് ഗുഡ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഗുഡ്സിന് കുറേ ഡിവിഷൻ ഉണ്ട്, അല്ലേ? നമുക്ക് ഗുഡ്സിന് പല ഡിവിഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാം. ഒന്നാമത്തത് പബ്ലിക് ഗുഡ്, രണ്ടാമത്തത് പ്രൈവറ്റ് ഗുഡ്, മൂന്നാമത്തത് ക്ലബ് ഗുഡ്, നാലാമത്തത് കോമൺ ഗുഡ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഡായിട്ടുള്ള പബ്ലിക് ഗുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. എന്താണ് ഗുഡ്? ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൺസംഷന് വേണ്ടി എക്കണോമിക്സ് ടേംസിൽ പറഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി നൽകുന്ന ഒരു സാധനത്തിന് ഇല്ലെങ്കിൽ സർവീസിന് നമ്മൾ എന്താണെന്ന് വിളിക്കും? ഗുഡ് എന്ന് വിളിക്കും. ഗുഡിന് പല തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് പബ്ലിക്, പ്രൈവറ്റ്, ക്ലബ്, കോമൺ. സോ നമ്മൾ ഈ 4 ടൈപ്പ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുന്നത്. റൈവൽറിയും എക്സ്ക്ലൂഡബിലിറ്റി. എന്തൊക്കെയാണ്? റൈവൽറിയും എക്സ്ക്ലൂഡബിലിറ്റി. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക. റൈവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് കിട്ടില്ല. അതിനെയാണ് റൈവൽറി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ കടയിൽ ചെന്ന് ഒരു പേനയോ ഒരു ഐസ്ക്രീമോ ഒരു കേക്കോ ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് കുറച്ചേ കിട്ടൂ. ആ ഒരു ഗുഡ് കിട്ടത്തില്ല, അത് മാർക്കറ്റിൽ നിന്ന് കുറയും. അതിനെയാണ് റൈവൽറി. ഒരാളുടെ കൺസംഷൻ മറ്റേ ആളുടെ കൺസംഷനെ കുറയ്ക്കുന്നതിനെയാണ് റൈവൽറി എന്ന് പറയുന്നത്. അടുത്ത എക്സ്ക്ലൂഡബിലിറ്റി. എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് ഒരു സാധനം കൺസ്യൂം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് മാർക്കറ്റിൽ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പൈസ കൊടുത്താലേ നമുക്ക് കിട്ടൂ. അതൊരു ഉദാഹരണമാണ്. സോ അതിനെയാണ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി ഇല്ലെങ്കിൽ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സാധനം പർട്ടിക്കുലർ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കൂ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റൈവലും എക്സ്ക്ലൂഡബിളും ആയിട്ടുള്ള നമ്മുടെ ഗുഡിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൈവറ്റ് ഗുഡ്. ഒന്നാമത്തെ ടൈപ്പ് പ്രൈവറ്റ് ഗുഡ് എന്താണ്? റൈവലും എക്സ്ക്ലൂഡബിളും ആയിട്ടുള്ള ഗുഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രൈവറ്റ് ഗുഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, പബ്ലിക് ഗുഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പബ്ലിക് ഗുഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. നോൺ റൈവലും ആയിരിക്കും, നോൺ എക്സ്ക്ലൂഡബിളും ആയിരിക്കും. എന്തൊക്കെയായിരിക്കും? നോൺ റൈവലും നോൺ എക്സ്ക്ലൂഡബിളും ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരുടെ കൺസംഷന് കുറവുണ്ടാവില്ല. മാത്രമല്ല പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. സോ അതാണ് പബ്ലിക്കും പ്രൈവറ്റ്. ഇനി നമുക്ക് ഫെമിലിയർ ആകാൻ പാടുള്ളതും പിന്നെ നമ്മൾ അറിയാത്തതും സാധ്യത ഇല്ലാത്തതുമാണ് ക്ലബ് ഗുഡും കോമൺ ഗുഡും. നമ്മൾ പ്രൈവറ്റും പബ്ലിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ക്ലബ് ഗുഡും കോമൺ ഗുഡും എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് ഗുഡ് ഉണ്ട്. ക്ലബ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൈവലാണ്, നോൺ റൈവലാണ്, പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. എന്താണ്? നോൺ റൈവലാണ് പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. ഇപ്പം ക്ലബ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒരു ക്ലബിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരാളുടെ കൺസംഷൻ ബാക്കിയുള്ളവരുടെ കൺസംഷൻ കുറയ്ക്കുന്നില്ല. പക്ഷേ ചില ക്ലബ് മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരെ മാത്രമേ അവിടെ കയറ്റൂ. ആ ഒരു സെയിം സാധനമാണ്. എന്ന് പറഞ്ഞാൽ ക്ലബ് ഗുഡിൻ്റെ ഫീച്ചർ എന്താണ്? നോൺ റൈവലും എക്സ്ക്ലൂഡബിളും ആണ്. അതേസമയം കോമൺ ഗുഡിൻ്റെ ഫീച്ചർ എന്താണ്? കോമൺ ഗുഡ് എന്ന് പറഞ്ഞാൽ റൈവലാണ്. എന്താണ്? റൈവലാണ് പക്ഷേ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. റൈവലാണ്, നോൺ എക്സ്ക്ലൂഡബിളും ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ഒഴിവാക്കുന്നില്ല, പക്ഷേ കൺസ്യൂം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ കൺസംഷൻ കൊടുക്കും. സോ ഈ കോമൺ ഗുഡിനായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ട്രാജഡി ഓഫ് കോമൺ. സോ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഞാനിപ്പം പറഞ്ഞത് ഗുഡ്സിൻ്റെ ബേസിക് ഡിവിഷനാണ്. പബ്ലിക് ഗുഡ്, പ്രൈവറ്റ് ഗുഡ്, കോമൺ ഗുഡ്, ക്ലബ് ഗുഡ്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ഗുഡ്സിന് ഇതല്ലാതെ വേറെ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. ഇന്റർമീഡിയറ്റ് ഗുഡ്, ഫൈനൽ ഗുഡ്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാക്കുന്ന ഗുഡ്, അങ്ങനെ പല ഡിവിഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ പബ്ലിക് ഗുഡ്? പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ ഓപ്ഷൻസ് നോക്കുക. എ ഗുഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ്, എ ഗുഡ് ദാറ്റ് ഈസ് നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽലെസ്, a good that is consumed only by paying consumers, a good with high price in the market. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മൾ ഓടിച്ചെന്ന് ഈ ഓപ്ഷൻ എ അങ്ങ് ശരിയാക്കാൻ നോക്കും. എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എ ഗുഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് എന്ന് ടിക്കിടും അല്ലേ. പക്ഷേ നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കണം. അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. എ ഗുഡ് ദാറ്റ് ഈസ് നോൺ എക്സ്ക്ലൂഡബിൾ. എന്താണ്? നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽറസ്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ എന്താണ്? നമുക്ക് ഇതാണ് കറക്റ്റ് ആൻസർ. സോ ഡൗട്ട് വരരുത്, നമ്മൾ ആൻസർ ബി ആണ്, എ അല്ല. ഓക്കെ. പേയിങ് ഓൺലി ബൈ പേയിങ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഗുഡ് ആകാം, അല്ലെങ്കിൽ ക്ലബ് ഗുഡ് ആകാം. അതോടൊപ്പം എന്താണ്? എ ഗുഡ് വിത്ത് ഹൈ പ്രൈസ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്? ലക്ഷൂറിയസ് ഗുഡ്സ് ഒക്കെ ആവും. സോ അതല്ല ആൻസർ. സോ പബ്ലിക് ഗുഡ്സിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ബിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പബ്ലിക് ഗുഡ്? താഴെ തന്നിരിക്കുന്നതിൽ പബ്ലിക് ഗുഡിന്റെ എക്സാമ്പിൾ ഏതാണ്? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പബ്ലിക് ഗുഡിന്റെ എക്സാമ്പിൾ ആണ്? ഒരിക്കലുമല്ല. നമ്മൾ പേയ്മെന്റ് ഒക്കെ കൊടുക്കുവാണ്, അതുകൊണ്ട് പബ്ലിക് ഗുഡ് അല്ല. അടുത്ത നാഷണൽ ഡിഫൻസ്. അതെ, ഉറപ്പായിട്ട് നാഷണൽ ഡിഫൻസ് ആണ് ആൻസർ. പ്രൈവറ്റ് സ്കൂൾ എഡ്യൂക്കേഷനും മൊബൈൽ ഫോൺസിനും ഒരിക്കലും അല്ല, അതും പ്രൈവറ്റ് ഗുഡായിട്ട് വരും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാഷണൽ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും കിട്ടുന്ന നോൺ ട്രൈവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആണ് എല്ലാവർക്കും കിട്ടും. സോ ഒരു ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് നാഷണൽ ഡിഫൻസ്. അതേപോലെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതോടൊപ്പം തന്നെ വേറെന്ത് വരാം? നമ്മുടെ പബ്ലിക് ലൈറ്റ്, നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി തരത്തില്ല ഗവൺമെൻറ്, അതെല്ലാം ആൻസർ ആയിട്ട് വരും. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഡസ് നോൺ റൈവൽറസ് മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പബ്ലിക് ഗുഡ്? പബ്ലിക് ഗുഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോൺ റൈവൽറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു. സോ ഞാൻ ഓപ്ഷൻ പറയും, നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കുക. ഇറ്റ് ക്യാൻ ബി കൺസ്യൂംഡ് ഓൺലി ബൈ വൺ ഇൻഡിവിജ്വൽ അറ്റ് എ ടൈം. കൺസംഷൻ ബൈ വൺ ഡസ് നോട്ട് റിഡ്യൂസ് അവൈലബിലിറ്റി ഫോർ others. It is produced by private firms only. It is free for everyone to consume. It is free for everyone to consume. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് കണ്ടുപിടിക്കുന്നത്. ഞാനത് പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഞാൻ നോൺ റൈവൽറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ കൺസംഷൻ കുറയ്ക്കാതെ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഒരാളുടെ കൺസ്യൂം ചെയ്യുന്ന അവൈലബിലിറ്റി കുറയ്ക്കുന്ന സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകില്ല. സോ ആൻസർ കണ്ടുപിടിച്ചെന്ന് കരുതും. എല്ലാവരും കണ്ടുപിടിച്ച ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ഫ്രീ ഫോർ എവരി വൺ ടു കൺസ്യൂം ആണല്ലേ. ഒരിക്കലും അതല്ല ആൻസർ. അത് ചിലപ്പോൾ നമ്മൾ നോൺ ട്രയൽ ആണല്ലോ, അന്നേരം എല്ലാവർക്കും ഫ്രീ ആയിരിക്കുമെന്ന്, അതല്ല. കറക്റ്റ് ആൻസർ എന്താണ്? ബി ആണ്. നിങ്ങളത് കറക്റ്റ് ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫ്രീ റൈഡർ, ദ ഫ്രീ റൈഡർ പ്രോബ്ലം ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രൈവറ്റ് ഗുഡ്, പബ്ലിക് ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്. ഏതൊക്കെയാണ്? പ്രൈവറ്റ് ഗുഡ്സ്, പബ്ലിക് ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഫ്രീ റൈഡർ പ്രോബ്ലം നമ്മൾ അറിയാം, അത് ട്രാജഡി ഓഫ് കോമൺസ്. എന്താണ്? ട്രാജഡി ഓഫ് കോമൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ലേ. അന്നേരം നമ്മൾ ആലോചിക്കും, അയ്യോ ഇവിടെ കോമൺ ഗുഡ്സ് പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ്? കോമൺ ഗുഡ്സ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ആൻസർ ഇല്ല എന്ന് വിചാരിക്കും. പക്ഷേ കോമൺ ഗുഡ്സിനുള്ള ഏറ്റവും ഫീച്ചർ ചേർന്നിരിക്കുന്ന ഇവിടെ എന്താണ്? പബ്ലിക് ഗുഡ്സിലാണ്. എന്താണ്? പബ്ലിക് ഗുഡ്സ് ആണ്. പ്രൈവറ്റ് ഗുഡ് ആണെങ്കിലും ലക്ഷറി ഗുഡ്സ് ആണെങ്കിലും ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിലും ആൻസർ വരത്തില്ല. കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? പബ്ലിക് ഗുഡ്സ് ആണ്, വിച്ച് ഈസ് മോർ റിലേറ്റബിൾ ടു കോമൺ ഗുഡ്സ്. സോ ഞാൻ ഫ്രീ റൈഡർ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് കോമൺ ഗുഡ്സ് കാണും. കോമൺ ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് ആരെയും നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, പക്ഷേ റൈവൽ ആണ്. എന്താണ്? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, റൈവൽ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കൺസംഷൻ ബാക്കിയുള്ളവരുടെ കൺസംഷൻ കുറയ്ക്കും. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ പുല്ലൊക്കെ മേയുന്ന പശുക്കളുടെ കാര്യം പറയും. ഇതിപ്പം കൊണ്ടുവന്ന ഐഡിയ തന്നെ ആ ഒരു ബേസിലാണ്. നമ്മളിപ്പം കന്നുകാലികൾ പുല്ല് മേയാനായിട്ടുള്ള സ്ഥലം, അവർക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, എല്ലാവർക്കും മേയാൻ പറ്റും. പക്ഷെ അവിടെ റൈവലറി ഉണ്ട്. കാരണം തന്നിരിക്കുന്ന സാധനം ഫിക്സ്ഡ് അല്ലേ. ഇവരെല്ലാം ഓവർ ഗ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതിനെയാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ. കോമൺ ഗുഡ്സ് നശിച്ചു പോകുന്ന സിറ്റുവേഷനെയാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. അവിടെ ട്രാജഡി ഓഫ് കോമൺസിന് കാരണമാകുന്ന ആളാരാണ്? നമ്മുടെ ഫ്രീ റൈഡർ പ്രോബ്ലം അല്ലെങ്കിൽ ഫ്രീ റൈഡർ ആണ്. ഓക്കെ. സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പബ്ലിക് ഗുഡിനും ഏകദേശം അതേ ഫീച്ചർ തന്നെയാണ്. അവിടെ നോൺ റൈവലും നോൺ എക്സ്ക്ലൂഡബിൾ ആണെങ്കിൽ പോലും അവിടെ എല്ലാവരും കയറുമ്പോൾ എന്താണ്? ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ആൻസർ എന്താണ്? ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഡു പ്രൈവറ്റ് മാർക്കറ്റ്സ് ഓഫൺ ഫെയിൽ ടു പ്രൊവൈഡ് പബ്ലിക് ഗുഡ്സ്? പ്രൈവറ്റ് മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഒരിക്കലും പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാത്തത്? ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല,
ഫ്രീ റൈഡർ പ്രോബ്ലം ആൻഡ് ലാക്ക് ഓഫ് പ്രോഫിറ്റ് ഇൻസെൻറ്റീവ്സ്. അത് തന്നെ, ഇത് ഫ്രീ റൈഡർ പ്രോബ്ലം ലാക്ക് ഓഫ് പ്രോഫിറ്റ് ഇൻസെൻറ്റീവ്സും ആണ്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കാം, ചിലപ്പോൾ അത് വല്ലോ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലോ. ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്, ഇനബിലിറ്റി ടു കോമ്പീറ്റ് വിത്ത് അതർ ഫേംസ്. അല്ല, കറക്റ്റ് ബി തന്നെയാണ് ആൻസർ. കാരണം എന്താണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിനാണ്. ആ പ്രോഫിറ്റ് ഇല്ല, മാത്രമല്ല എന്താണ്, ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ആൻസർ ബി ആകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രീറ്റ് ലൈറ്റിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പബ്ലിക് ഗുഡ് ബിക്കോസ് ഇറ്റ് ഈസ് റൈവൽറസ് ആൻഡ് എക്സ്ക്ലൂഡബിൾ, നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ. അപ്പം തന്നെ ആൻസർ കിട്ടും. എന്താണ്, നോൺ റൈവൽറസ് ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ ആണ് അല്ലേ. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക് ഗുഡ് ആണ്. കാരണം അത് നോൺ റൈവൽറസ് ആണ്. ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ഒരാൾക്ക് കിട്ടുമ്പോൾ മറ്റാൾക്ക് കുറയുന്നില്ല, അവർക്കും കിട്ടുന്നുണ്ട്. മാത്രമല്ല ആരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, പണക്കാരോ പാവപ്പെട്ടവരോ കറുത്തവരോ വെളുത്തവരോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഡിവിഷനും അവിടെ ഇല്ല, ഒരു മോശപ്പെട്ട ഡിവിഷനും. ഞാൻ പറഞ്ഞ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഡിവിഷൻസ് ഒക്കെയാണ്, ആ ഡിവിഷനും ഇല്ല. അല്ലാതെ തന്നെ എന്താണ്, BPL APL എന്ന് പറയുന്ന ഡിവിഷൻ ഒന്നുമില്ല, എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്താണ്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പബ്ലിക് ഗുഡ് ആണ്. പബ്ലിക് ഗുഡിന്റെ ഫീച്ചേഴ്സ് എന്താണ്, നോൺ റൈവലും നോൺ എക്സ്ക്ലൂഡബിളും ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് പബ്ലിക് ഗുഡ് ഈസ് പാർഷ്യലി നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽറസ്? സോ നമുക്ക് അങ്ങനെ കുറച്ച് ഗുഡ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് എന്താണ്, ക്വാസി പബ്ലിക് ഗുഡ്സ് ആണ്. ക്വാസി പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവൽറസും. ഇപ്പോൾ ഉദാഹരണത്തിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന റോഡ്, അത് പാർഷ്യലി നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവലുമാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പറഞ്ഞ പ്യുവർ പബ്ലിക് ഗുഡ്, ഏറ്റവും പ്യുവർ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് ആണ്. പ്രൈവറ്റ് ഗുഡ്സിൻ്റെ ഫീച്ചേഴ്സ് അറിയാം, റൈവലും അതോടൊപ്പം എന്താണ്, എക്സ്ക്ലൂഡബിലിറ്റിയും. കോമൺ റിസോഴ്സസിന്റെ പ്രത്യേകത അറിയാം, ട്രാജഡി ഓഫ് കോമൺസ് ഒക്കെ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഗുഡ്സിന്റെ സ്പെസിഫിക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈവൽ ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. അക്കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് ക്ലീൻ എയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്യുവർ പബ്ലിക് ഗുഡ്. എന്താണ്, പ്യുവർ പബ്ലിക് ഗുഡ്. ക്വാസി പബ്ലിക് ഗുഡ് അല്ല, കോമൺ റിസോഴ്സ് അല്ല, പ്രൈവറ്റ് ഗുഡ് അല്ല. സോ ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ പ്രൊവൈഡിങ് പബ്ലിക് ഗുഡ്സ് ഈസ് ജസ്റ്റിഫൈഡ് ബിക്കോസ്. ഗവൺമെന്റ് പബ്ലിക് ഗുഡ് നൽകണമെന്നുള്ള കാര്യം ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നോക്കാം. സോ എ, പ്രൈവറ്റ് ഫേംസ് പ്രോഫിറ്റ് മോർ ഫ്രം പബ്ലിക് ഗുഡ്സ്. ദ ഗവൺമെന്റ് ക്യാൻ അഡ്രസ് മാർക്കറ്റ് ഫെയിലിയർ ഡ്യൂ ടു ദ ഫ്രീ റൈഡർ പ്രോബ്ലം. പബ്ലിക് ഗുഡ്സ് ആർ ഓൾവേസ് ഫ്രീ ടു പ്രൊഡ്യൂസ്. പബ്ലിക് ഗുഡ്സ് ആർ എക്സ്ക്ലൂഡബിൾ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പബ്ലിക് ഗുഡ്സ് പ്രൈവറ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കത്തില്ല, അപ്പോൾ ഗവൺമെൻറ് ഇടപെടും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഈ മാർക്കറ്റ് ഫെയിലിയർ, ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇനി പഠിക്കാൻ പോകുന്നൊരു സാധനമാണ് മാർക്കറ്റ് ഫെയിലിയർ. നമ്മുടെ മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആകുന്നതിനെയാണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അതിനൊരു കാരണം നമ്മുടെ പബ്ലിക് ഗുഡ്സ് ആണ്. അത് ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, സോ ബാക്കി ഓപ്ഷൻസ് ഒന്നുമല്ല കറക്റ്റ് ആൻസർ എന്താണ്, ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേറ്റ്സ് ദ ഫ്രീ റൈഡർ പ്രോബ്ലം? നമ്മൾ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. ഞാൻ വായിക്കുവാണ്. പേയിങ് ഫോർ എ പ്രൈവറ്റ് ട്യൂട്ടർ, വാച്ചിങ് ഫയർവർക്സ് വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കോസ്റ്റ്, ബൈയിങ് എ ടിക്കറ്റ് ഫോർ ദ കൺസേർട്ട്, കൺസ്യൂമിങ് ഫുഡ് അറ്റ് എ റെസ്റ്റോറൻറ്റ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്, ബി ആണ്. ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, വാച്ചിങ് ഫയർവർക്സ് വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കോസ്റ്റ്. സോ ചുമ്മാതെ അയാൾ ആസ്വദിക്കുവാണ്. ഫയർ വർക്കിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, സന്തോഷം അയാൾ എന്താണ്, പൈസ കൊടുക്കാതെ കാണുവാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്യുവർ പബ്ലിക് ഗുഡ്? എ ടോൾ റോഡ്, എ പബ്ലിക് പാർക്ക് വിത്ത് എൻട്രി ഫ്രീ, നാഷണൽ ഡിഫൻസ്, എ കേബിൾ TV സബ്സ്ക്രിപ്ഷൻ. നമുക്ക് ഓരോന്ന് നോക്കാം. കേബിൾ TV സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു പ്രൈവറ്റ് ഗുഡാണ്. വി കനോട്ട് ഇൻക്ലൂഡ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ടോൾ റോഡും പബ്ലിക് പാർക്ക് വിത്ത് ആൻ എൻട്രി ഫീ എന്ന് പറയുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാസി, ഇപ്പം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാസി ഇല്ല, അത് പ്രൈവറ്റിലേക്ക് നമുക്ക് കോസെ തിയറം എന്ന് പറയുന്നതും പ്രൈവറ്റ് എഗ്രിമെന്റ്സ് കൊടുക്കുന്ന കുറേ ഫ്രീ റൈഡർ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ പോകാം. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കറക്റ്റ് ആൻസർ എന്താണ്, നാഷണൽ ഡിഫൻസ് ആണ്. ബാക്കിയെല്ലാം ഇമ്പ്യൂരിറ്റി വന്ന പബ്ലിക് ഗുഡ്സ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ട്രാജഡി ഓഫ് കോമൺസ് ഈസ് മോസ്റ്റ്ലി ക്ലോസ്ലി റിലേറ്റഡ് ടു ഓവർ യൂസ് ഓഫ് പബ്ലിക് റിസോഴ്സസ്, അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ഗുഡ്സ്, മിസ്മാനേജ്മെന്റ് ഓഫ് കോമൺ റിസോഴ്സസ്, എക്സസീവ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഓവർ യൂസ് ഓഫ് പബ്ലിക് ഗുഡ്സും മിസ്മാനേജ്മെന്റ് ഓഫ് കോമൺ റിസോഴ്സസും ആണ് നമുക്കിവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ വേറെ സബ് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ,
പക്ഷെ ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിസ്മാനേജ്മെന്റ് ഓഫ് കോമൺ റിസോഴ്സസിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ഓവർ യൂസ് എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് കറക്റ്റ് ആൻസർ അതാകുന്നത്. ഓക്കെ, സോ public goods are typically funded through user fees, taxes collected by the government, private donations, voluntary contributions. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് ഗുഡ്സ് ഫണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടാക്സസ് കളക്റ്റഡ് ബൈ ഗവൺമെന്റ് ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാസി പബ്ലിക് ഗുഡ്? നാഷണൽ ഡിഫൻസ്, എ പ്രൈവറ്റ് ബീച്ച്, എ ടോൾ റോഡ്, ക്ലീൻ എയർ. സോ നമുക്ക് നാഷണൽ ഡിഫൻസും ക്ലീൻ എയറും പ്യുവർ പബ്ലിക് ഗുഡാണെന്നറിയാം. പ്രൈവറ്റ് ബീച്ച് ഒരു പ്രൈവറ്റ് ഗുഡാണ്. എ ടോൾ റോഡാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ക്വാസി പബ്ലിക് ഗുഡ്? എ ഗുഡ് ദാറ്റ് ഈസ് ഫുള്ളി റൈവൽറസ് ആൻഡ് എക്സ്ക്ലൂഡബിൾ, എ ഗുഡ് ദാറ്റ് ഈസ് പാർഷ്യലി, അതെ കറക്റ്റ് ആൻസർ എന്താണ്? എ ഗുഡ് ദാറ്റ് ഈസ് പാർഷ്യലി എക്സ്ക്ലൂഡബിൾ ആർ പാർഷ്യലി റൈവൽറസ്. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു പോയത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അത് മനസ്സിലാക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗവൺമെന്റ് പ്രൊവൈഡ്സ് പബ്ലിക് ഗുഡ്സ് ബിക്കോസ്. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പബ്ലിക് ഗുഡ്സ് നൽകുന്നത്? പ്രൈവറ്റ് മാർക്കറ്റ്സ് ഓവർ പ്രൊഡ്യൂസ് പബ്ലിക് ഗുഡ്സ്. അത് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൈവറ്റ് മാർക്കറ്റ് ഒരിക്കലും നമ്മുടെ പബ്ലിക് ഗുഡ്സ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുക, അവർ പ്രൊഡ്യൂസേ ചെയ്യുന്നില്ല. അടുത്തത്, പബ്ലിക് ഗുഡ്സ് ജനറേറ്റ് ദ മോസ്റ്റ് റവന്യൂ ഫ്രം പ്രൈവറ്റ് ഫേംസ്. നോ, ഒരിക്കലുമല്ല. പബ്ലിക് ഗുഡ്സ് ആർ അണ്ടർ പ്രൊവൈഡഡ് ഡ്യൂ ടു ദ ഫ്രീ റൈഡർ പ്രോബ്ലം. ഫ്രീ റൈഡർ പ്രോബ്ലവും പ്രോഫിറ്റും ഇല്ലാത്തത് കൊണ്ട് എന്താണ്? നമ്മളത് പബ്ലിക് ഗുഡ്സ് അണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. സോ ആൻസർ എന്താണ്? സി ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പബ്ലിക് ഗുഡ് ദാറ്റ് അഡ്രസ്സസ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്? ഓക്കെ, സോ നമ്മളിവിടെ ശ്രദ്ധിക്കണം, പബ്ലിക് ഗുഡ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് നൽകുന്ന ഒരു സിറ്റുവേഷൻ ഏതാണെന്നാണ് പറയുന്നത്. സോ നമ്മൾ എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. എന്താണ് എക്സ്റ്റേണാലിറ്റീസ്? എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളെ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ, ഒരു ആക്ടിവിറ്റി നടക്കുമ്പം ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു തേർഡ് പേഴ്സൺ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ തേർഡ് പാർട്ടി എഫക്റ്റ്, സ്പിൽ ഓവർ എഫക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിക് ഇൻട്രാക്ഷനിൽ ഒരു ബന്ധമില്ലാത്ത ഒരു മൂന്നാമതൊരാളെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ എക്സ്റ്റേണാലിറ്റി മാർക്കറ്റിൽ അക്കൗണ്ടഡ് ആകുന്നില്ല. എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്ന കാര്യം മാർക്കറ്റിൽ ഇതിന് കണക്കില്ല. ഈ എക്സ്റ്റേണാലിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആകാം. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗുണകരമായിട്ടുള്ള എക്സ്റ്റേണാലിറ്റി. ഏറ്റവും നല്ല എക്സാമ്പിൾ, ഞാനാണെങ്കിൽ നല്ലൊരു പാട്ട് പാടുന്നു, അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി പാടുവാണ്, അവൻ ആസ്വദിക്കുന്നു, പക്ഷെ അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ആസ്വദിക്കുന്നു. അതെന്താണ്? ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ കാര്യമാണ്. അതേപോലെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, ഒരാൾ സിനിമ കാണുന്നു, ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് കാണുന്നതാണ്, അങ്ങനെ എനിക്ക് സന്തോഷം വരുന്നു. പക്ഷെ ആ സിനിമ ഞാൻ കാണുന്ന സമയത്ത് അവിടെ തിയേറ്റർ തുറന്നിട്ടേക്കുവാണെങ്കിൽ ദൂരെ നിന്ന് ആൾക്കാർക്ക് കാണാം, അവർ പേ ചെയ്യാതാണ് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അത് മാർക്കറ്റിൽ അക്കൗണ്ടഡ് അല്ല. ഇതേപോലെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഞാനൊരു സിഗരറ്റ് വലിക്കുന്നു, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സിഗരറ്റ് ഞാനാണ് അനുഭവിക്കേണ്ടത്, അതിൻ്റെ കോസ്റ്റ് വഹിക്കേണ്ടത്. പക്ഷേ സിഗരറ്റ് വലിക്കുന്ന കാരണം ബാക്കിയുള്ളവർക്ക് രോഗം വരുന്നു, പക്ഷെ അതിൻ്റെ ബേർഡൻ ഞാൻ എടുക്കുന്നില്ല, അതിൻ്റെ കോസ്റ്റ് ഞാൻ എടുക്കുന്നില്ല. സോ there is positive and negative externality which will lead to market failure. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനമാണ് മാർക്കറ്റ് ഫെയിലിയർ, അതിലോട്ടൊക്കെ പോവാം. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് താഴെ പറയുന്ന ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിക്ക് ഉദാഹരണം ഏതാണ്? ഫയർ വർക്ക്സ് ഡിസ്പ്ലേ, പബ്ലിക് എഡ്യൂക്കേഷൻ, ലക്ഷറി ഹൗസിംഗ്, ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ സർവീസസ്. ഓക്കെ, സോ പബ്ലിക് ഗുഡ് ഇപ്പം ആദ്യം നമുക്ക് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, സന്തോഷകരമായ എക്സ്റ്റേണാലിറ്റി ഉള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഫയർ വർക്ക്സ് ഡിസ്പ്ലേ, അത് നമുക്ക് പൊല്യൂഷനൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. സോ അത് ആൻസർ വരത്തില്ല. പബ്ലിക് എഡ്യൂക്കേഷൻ ഗുഡാണ്, മാത്രമല്ല അത് പബ്ലിക്ക് കൊടുക്കുന്നത്. സോ ആൻസർ എന്താണ്? പബ്ലിക് എഡ്യൂക്കേഷൻ ആണ്. ലക്ഷറി ഹൗസിങ്ങും ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ സർവീസസും തെറ്റാണ്, കാരണം അത് പ്രൈവറ്റ് ആണ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പബ്ലിക് ഗുഡ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി നൽകുന്ന ഏതാണ്? പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് ഇൻ എ ഫ്രീ മാർക്കറ്റ് ലീഡ്സ് ടു. ശ്രദ്ധിക്കുക, ദ അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് ഇൻ എ ഫ്രീ മാർക്കറ്റ് ലീഡ്സ് ടു എക്കണോമിക് എഫിഷ്യൻസി, മാർക്കറ്റ് ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഫെയിലിയർ, ഓവർ പ്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ഗുഡ്സ്. സോ ശ്രദ്ധിക്കുക, ദ അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ്, ഒരു എക്കോണമിയിൽ പബ്ലിക് ഗുഡ്സ് ആവശ്യത്തിന് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തുണ്ടാകും?
മാർക്കറ്റ് ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം പബ്ലിക് ഗുഡ്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് പഠിച്ചു, പബ്ലിക് ഗുഡ്സിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, പല ടൈപ്പ് ഓഫ് ഗുഡ്സ് പഠിച്ചു, അതോടൊപ്പം തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ റിസോഴ്സസിനെ കുറിച്ച് പഠിച്ചു, ക്ലബ് ഗുഡ്സിനെ പഠിച്ചു, ട്രാജഡി ഓഫ് കോമൺസ് പഠിച്ചു, ഫ്രീ റൈഡർ പ്രോബ്ലം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എന്താണ്, മാർക്കറ്റ് ഫെയിലിയറിലേക്കുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാണ്, മാർക്കറ്റ് ഫെയിലിയർ എന്താണെന്ന് നോക്കുക. മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഞാൻ എണ്ണി പറയാം, നിങ്ങൾ അതെന്തൊക്കെയാണെന്ന് വായിച്ചെടുക്കണം. ഒന്നാമത് നമ്മൾ പറഞ്ഞ അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സ് ആവശ്യത്തിന് ഉണ്ടാക്കിയില്ലെങ്കിൽ മാർക്കറ്റ് ഫെയിലിയറിലേക്ക് പോവും. അതോടൊപ്പം തന്നെ ട്രാജഡി ഓഫ് കോമൺസ്, ഓക്കെ, എക്സ്റ്റേണാലിറ്റീസ്, ഓക്കെ, ഇതൊക്കെ മാർക്കറ്റ് ഫെയിലിയറിലോട്ട് പോകും. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ CCയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സെറ്റ് എക്സാം എടുത്തു. എക്കണോമിക്സ് കുറേ പഠിക്കാനുണ്ട്. സോ 1 month ഒരു 30 days കോച്ച് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് ക്ലാസ് ബാച്ചാണ്. ലൈവ് ക്ലാസ്സസ് ആവശ്യത്തിന് നിങ്ങൾക്ക് തന്നാണ് ഈ ഒരു ഐഡിയാസ് എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എക്കണോമിക്സ് പോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കൊമേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി, അതുമാത്രമല്ല ജനറൽ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. 9746455514 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇനിയും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.